ഹലോ, വെൽക്കം ടു ലേൺ നോ. അപ്പൊ നമ്മൾ ഫിസിക്സിന്റെ അടുത്ത സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഓഫ് മോളാർ മാസ്, ഒരു ഐഡിയൽ ഗ്യാസിന്റെ മോളാർ മാസ് എം ആണ്. ദ സ്ലോപ്പ് ഓഫ് ദ പ്ലോട്ട് ബിറ്റ്വീൻ ദ RMS വെലോസിറ്റി ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോളാർ മാസ് എം ഉണ്ട്, സ്ലോപ്പ് ഓഫ് ദ പ്ലോട്ട് ബിറ്റ്വീൻ RMS വെലോസിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. റൂട്ട് എം ബൈ 3r, റൂട്ട് 3r ബൈ എം, റൂട്ട് ആർ ബൈ, അതായത് റൂട്ട് ഓഫ് എം ബൈ 3r, റൂട്ട് ഓഫ് 3r ബൈ എമ്മും, റൂട്ട് ഓഫ് ആർ ബൈ 3m, ആർ ബൈ 3m, 3r ബൈ എം, അങ്ങനെയാണ് നമ്മൾക്ക് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർമുല ഫോർ RMS സ്പീഡ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് VRMS is equal to റൂട്ട് ഓഫ് 3RT ബൈ എം ആണ്. സ്പീഡ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് കേട്ടോ, RMS സ്പീഡ് ആണ്. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം അല്ലെ. റൂട്ട് ഓഫ് 3 ബൈ എം എന്നുള്ള ഒരു റൂട്ട് ഓഫ് 3R ബൈ എം എന്നുള്ളത് ഒരു സെറ്റ്, മറ്റേത് റൂട്ട് 2. അപ്പോൾ ഇതെന്ന് പറയുന്നത് y is equal to സ്ലോപ്പ് ഇൻറ്റു, അതായത് y is equal to mx എന്നാണല്ലോ സ്ലോപ്പ് വരിക അല്ലെ. y is equal to mx plus c അങ്ങനെയാണ് സാധാരണ വരിക. അപ്പൊ അതില് y is equal to സ്ലോപ്പ് ഇൻറ്റു എക്സ് എന്നുള്ള ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ അവിടെ y എന്ന് പറയുന്നത് എന്താണ്? VRMS ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് റൂട്ട് 3R ബൈ എം ആണ്. എക്സ് എന്ന് പറയുന്നത് റൂട്ട് ടി ആണ്. അങ്ങനെ അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ്, ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല, ഇത് കോൺസ്റ്റന്റ് അപ്പൊ അവിടെ 0 ആണെന്നാണ് അർത്ഥം. ഓക്കെ, സാധാരണ y is equal to mx ആണ്. പൊതുവെ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു പ്ലസ് കോൺസ്റ്റന്റ് കൂടെ വരും. മാത്സിൽ നമ്മൾ അങ്ങനെ വരുന്നുള്ളതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ. അപ്പൊ y is equal to സ്ലോപ്പ് ഇൻറ്റു എക്സ് എന്നുള്ള ഫോർമുലയിലാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ? റൂട്ട് ഓഫ് 3R ബൈ എം ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മളൊരു സ്പീഡ് വേഴ്സസ് റൂട്ടിന്റെ ഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3R ബൈ എം ആണെന്നുള്ളത് കാണാതെ പഠിക്കും. ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, the motion is periodic, the acceleration is directly proportional to velocity, the acceleration along the direction of displacement, the motion must be along a straight line. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്കറിയാം മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ പറയാ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺസ്റ്റന്റ്, നോട്ട് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. അത് സിമ്പിൾ ആണ്, പീരിയോഡിക് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലായിരിക്കും പോവാ അല്ലെ. അപ്പൊ നോട്ട് കോൺസ്റ്റന്റ് അല്ല, അപ്പൊ തെറ്റാണ്. മോഷൻ പീരിയോഡിക് ആണ്, ശരിയാണ്. ആക്സലറേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ല, നോട്ട് വെലോസിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിനാണ് പ്രൊപ്പോർഷണൽ, വെലോസിറ്റിയോടല്ല. ആക്സലറേഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ മോഷൻ നീഡ് നോട്ട് ഓൾവേസ് ബി അലോങ് ദ സ്ട്രേറ്റ് ലൈൻ. എക്സാമ്പിൾ ആംഗിൾ SHM അങ്ങനെയല്ല. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? മോഷൻ ഈസ് പീരിയോഡിക് എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആയിരിക്കും SH. The principle of superposition in wave motion states that the net displacement is a vector sum of individual displacements. Waves interfere with each other and lose energy. Waves cannot occupy the same space at the same time. It is applicable to sound waves only. It is applicable to standing waves only. The principle of superposition in wave motion പറയുന്നത് എന്താണ്? It states that the net displacement എന്ന് പറയുന്നത് vector sum of the individual displacementനെയാണ് സൂപ്പർപോസിഷൻ. എല്ലാം കൂടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനത്തിന് സൂപ്പർപോസിഷൻ ചെയ്യുമ്പോൾ ഒരൊറ്റ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Principle of superposition in wave motion എന്ന് പറയുന്നത്, it states that when two or more waves overlap, രണ്ടോ അതിലധികമോ waves overlap ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ഏതാ കറക്റ്റ്? നെറ്റ്, അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പൊ എനർജി ഈസ് നോട്ട് ലോസ്റ്റ് ഇൻ ഇന്റർഫറൻസിൽ എനർജി ലോസ്റ്റ് ആവുന്നില്ല. Waves can occupy the same space. Okay, applies to all types of waves. Just sound മാത്രമല്ല നമുക്കിത് പറ്റുന്നത്, എല്ലാ വേവ്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈസ് ടു ഓൾ വേവ് ഫിനോമിനയിൽ എല്ലാം കൊടുക്കും, നോട്ട് ഓൺലി സ്റ്റാൻഡിംഗ് വേവ്സിൽ മാത്രമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതില് നമുക്ക് ആൻസർ ഓപ്ഷൻ ചെയ്യാം. സോ അതിന്റെ മനസ്സിലാക്കേണ്ട പോയിന്റ്, സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, വിച്ച് ഈസ് ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്.
അടുത്ത ചോദ്യം, the number of notes and antinodes in a guitar string vibrating in the third harmonic is. അതായത് number of notes ഉം antinodes in a guitar string vibrating third harmonicൽ എത്ര notes and antinodes ആണ് vibrate ചെയ്യുക? 5 notes 4 antinodes, 4 notes 3 antinodes, 3 notes 2 antinodes, 2 notes 3 antinodes, 1 note 2 antinode. ഓപ്ഷൻ ബി ആണ് വരിക. 4 notes ഉം 3 antinodes ആണ് വരിക കേട്ടോ. ഓക്കെ. For a string fixed at both ends. ഒരു string എന്ന് പറയുന്നത് രണ്ട് എൻഡിലും ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഗിറ്റാറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ nth ഹാർമോണിക് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സും നമ്പർ ഓഫ് ആന്റി നോട്ട്സും തമ്മിലുള്ള റിലേഷനാണ് പറയണം. നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് n+1 നമ്പർ ഓഫ് ആന്റി നോട്ട്സ് എന്ന് പറയുന്നത് n ആയിരിക്കും. അപ്പോൾ ഒരു തേർഡ് ഹാർമോണിക് ആണെങ്കിൽ എന്ത് പറ്റും? n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ 3 കൊടുക്കുക. 3+1 4 ഇത് 3 കൊടുക്കുക. ആന്റി നോട്ട്സ് 3. ഓക്കെ. അപ്പൊ നോട്ട്സ് 4 ആന്റി നോട്ട്സ് 3 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 4 നോട്ട്സ് ആൻഡ് 3 ആന്റി നോട്ട്സ്. അടുത്ത question. The electric field inside a uniformly charged spherical shell of radius. ഒരു spherical shell ആണ്. അതിന്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതിൽ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് വിത്തിൻ ദ ഷെൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r into r, സെയിം ആസ് ദാറ്റ് ഔട്ട്സൈഡ് ദ ഷെൽ, 0, മാക്സിമം അറ്റ് ദ സെന്റർ. എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരിക എന്നുള്ളതാണ്. അത് കാണാതെ പഠിക്കാനുള്ളതാണ് അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വിച്ച് ഇസ് മാക്സിമം അറ്റ് ദ സെന്റർ ആണ് അല്ലെ. The electric field inside a uniformly charged spherical shell of radius r is maximum at the center ആണ്. അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് എനി Gaussian surface inside the shell r less than r എന്ന് പറയുന്നത് encloses 0 net charge ആണ് Gaussian surface. അപ്പോൾ by Gauss's law, if enclosed charge 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ എവ്രിവർ ഇൻസൈഡ് ദ ഷെൽ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇൻസൈഡ് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഔട്ട്സൈഡ് ദ ഷെൽ ആണെന്നുണ്ടെങ്കിൽ ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ് അറ്റ് ദ സെന്റർ. എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ ഷെൽ ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ് അറ്റ് ദ സെന്റർ ആയിരിക്കും ഈ പറയുന്ന ഔട്ട്സൈഡ് ദ ഷെൽ. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. Inside a uniformly charged spherical shell, electric field 0യും outside the shell അത് behaves like ഒരു point charge at the center പോലെ ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അടുത്ത question. The torque on an electric dipole consisting of charges q and minus q of dipole moment p in a uniform electric field E is. അതായത് the torque on an ഇലക്ട്രിക് ഡൈപോൾ, ഒരു ഇലക്ട്രിക് ഡൈപോൾ പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒരു പ്ലസ് ക്യൂവും മൈനസ് ക്യൂ ഉണ്ട് അല്ലെ. അപ്പം ടോർക്ക്, ടോർക്ക് ഓൺ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റിംഗ് ഓഫ്, ഈ ഡൈപോളിൽ ഇതാണ് ഉള്ളത്, ടോർക്കാണ് ചോദിക്കുന്നത്. ഓഫ് ഡൈപോൾ മൊമെന്റ് പി യു ഉണ്ട് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പൊ അതിലുള്ള ടോർക്കാണ് ചോദിക്കുന്നത്. ഇക്വേഷൻ ആണ്, അതെന്തായിരിക്കും? പി ഇൻറ്റു ഇ ആയിരിക്കും അല്ലെ. അതായത് ഫോർ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല ടോർക്ക് എന്ന് പറയുന്നത് പി ഇൻറ്റു ഇ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ ആണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ഇയും. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു ഇ ആണ്. അപ്പോൾ ടോർക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രൈസ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ. ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് അലൈൻ ഇറ്റ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതിന്റെ അതേ ഡയറക്ഷനിലേക്ക് ഈ പറയുന്ന ഡൈപോളിനെയും അലൈൻ ചെയ്യിക്കുകയാണ് ആര് ചെയ്യുക? ഈ പറഞ്ഞ ടോർക്ക് ചെയ്യുക. അപ്പൊ അത് പി ഇ സൈൻ തീറ്റയാണ്. അടുത്തത്, the direction of the electric field due to a positive charge is circular around the charge, radially inward towards the charge, radially outward away from the charge, along a fixed straight line away from the charge, along a fixed straight line towards the charge. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയലി ഔട്ട്വേർഡ് അവേ ഫ്രം ദ ചാർജ് ആണ് കേട്ടോ. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് അവേ ഫ്രം ദ ചാർജ് ആണ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജിനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം ദ ചാർജ് ആൻഡ് ഗോ റേഡിയലി ഔട്ട്വേർഡും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് ഓൺ ദ ചാർജും ആൻഡ് ഗോ റേഡിയലി ഇൻവേർഡും ആയിരിക്കും. സോ ഒരു പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ്സ് അവേ ഫ്രം ദ ചാർജ് ആയിരിക്കും കേട്ടോ. റേഡിയലി ഔട്ട്വേർഡ്സ് അവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് കം ഔട്ട് ആണ്, നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് ഗോ ഇൻ ആണ്. അകത്തോട്ട് മൈനസും പുറത്തോട്ട് പ്ലസും ആയിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം.
A Wheatstone bridge is used to measure. ഒരു Wheatstone bridge എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? To measure unknown resistance, direct current, alternating current, ഇലക്ട്രിക് പവർ, വോൾട്ടേജ്. നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും അല്ലെ? Wheatstone +1 +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Wheatstone bridge എന്തിനാ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ലാബിലും ചെയ്തിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് അറിയാത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ആര്? Wheatstone bridge എന്ന് പറയുന്നത്. So Wheatstone bridge is used to measure unknown resistance. Option A is the correct answer. A Wheatstone bridge is used to measure unknown electrical resistance. Very accurate ആയിട്ട് നമ്മൾക്ക് അറിയാത്ത റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ Wheatstone bridge കൊണ്ട് നമ്മൾക്ക് സാധിക്കും. അപ്പൊ it works on the principle of null deflection. അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? null deflection ആണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. which gives high precision in resistance measurement. Resistance measure ചെയ്യുന്നതിന് high precision നമ്മൾക്ക് കിട്ടും. ഈ പറയുന്ന Wheatstone bridge ഉപയോഗിച്ച് നമ്മൾ The current carrying rail track of a subway track is made of steel. ഒരു current carrying railway, ഒരു rail of ഒരു subway track ഉണ്ട്. അതിൽ current carry ചെയ്യുന്നുണ്ട്. അത് അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ ആണ്. And has a cross sectional area of about, അതിന്റെ cross sectional area എന്ന് പറയുന്നത് എത്രയാണ്? 20 centimeter square ആണ് cross sectional area എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ട്രാക്കിന്റെ the resistance of 2 kilometer of the track ആണ് റെസിസ്റ്റൻസ് ഓഫ് 2 കിലോമീറ്റർ ഓഫ് ദ ട്രാക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത്രയും ഡിസ്റ്റൻസ് ഉള്ള ട്രാക്കിന്റെ കണ്ടുപിടിക്കണം. ആസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് റോയും കൂടിയാണ്. അപ്പൊ ഈ റോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇൻ ടേംസ് ഓഫ് റോയിലാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ തന്നിരിക്കും 10 സ്ക്വയർ റോ, 10 ക്യൂബ് റോ, 10⁴ റോ, 10⁵ റോ, 10�6 റോ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇത് എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ വന്നാണ്. അപ്പൊ അപ്പൊ എത്ര ടൈംസ് റോ ആണ് നമുക്ക് വരിക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ആൻസർ വരിക 10�6 റോ ആണ്. അത് എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലെങ്ത് തന്നിട്ടുണ്ട്. L = 2 കിലോമീറ്റർ ആണ്. അപ്പൊ 2000 മീറ്ററിലേക്ക് മാറ്റാം. ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോ 20 സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? 20 into 10⁻⁴. അതായത് 20 / 100 into 100. കാരണം ഒരു 20 സെന്റിമീറ്റർ സ്ക്വയർ പറയുമ്പോൾ ആ 20 / സെന്റിമീറ്റർ എന്ന് പറയുന്നത് 100 ആണ്. സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ടാണ് 100 into 100 വന്നത്. അതുകൊണ്ടാണ് ഇത് 10⁻⁴ വന്നു കേട്ടോ. അപ്പൊ 2 into 10⁻³ വരും അല്ലെ? 2 into ഇത് 1 2 3 2 into 10⁻³ മീറ്റർ സ്ക്വയർ വരും. ഇനി നമുക്കറിയാം R = ρL/A. കാണാതെ പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ വെച്ച് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ R = ρ × L എന്ന് പറയുന്നത് എത്രയാണ്? 2000 മീറ്റർ ആണ്. മറ്റേത് 2 into 10⁻³ ആണ്. അപ്പൊ എന്ത് കിട്ടും? ρ × 10�6 കിട്ടും. അപ്പൊ R = 10�6 റോ ആണ് വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് n ഐഡന്റിക്കൽ സെൽസ് ഓഫ് EMF E, n ഐഡന്റിക്കൽ സെല്ലുകൾ ഉണ്ട്. അതിന് എല്ലാത്തിന്റെ EMF എന്ന് പറയുന്നത് E ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R ആണ്. ഇതെല്ലാം പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ദ ടോട്ടൽ EMF ആൻഡ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ വെച്ചോക്കെ. അപ്പൊ ടോട്ടൽ EMF എത്രയെന്ന് കണ്ടുപിടിക്കണം, ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ NE NR ENR ERN NE2NR NERN ഇതൊക്കെയാണ് ഓപ്ഷൻ സി ആ വരിക. അതെങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ റൂൾ അനുസരിച്ചിട്ട് ഒരു n ഐഡന്റിക്കൽ സെൽസ് കണക്റ്റഡ് ഇൻ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ EMF എല്ലാത്തിനും സെയിം ആയിരിക്കും അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്താലേ ഏതൊരു സാധനം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന EMF സെയിം ആയിരിക്കും. അത് കൂടെയുള്ള കറണ്ട് സ്പ്ലിറ്റ് ആവുക ചെയ്യുക. അപ്പൊ ടോട്ടൽ EMF എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും? EN ആയിരിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആയിട്ട് മാറും. നമ്മൾ പാരലൽ ഇപ്പൊ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സെല്ലിന്റെ റെസിസ്റ്റൻസ് തന്നുകൊണ്ട് സ്മോൾ R/N വരുന്നത്. അപ്പൊ EMF എന്ന് പറയുന്നത് യും ഇക്വൽ റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെറ്റ് ഉള്ളത്. അതൊരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതൊരു 2 സെറ്റായിട്ട് ഒരു 2 വീഡിയോ ആയിട്ട് നമ്മൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന്റെ ഫോർമുലാസ് അതെല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ വെക്കണം. അതിന്റെ വല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുലാസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പക്ഷെ ഇത്തവണ ചോദിച്ചത് അതിന്റെ തിയറി ആയിരുന്നു. അപ്പോൾ ഇമ്പോർട്ടന്റ് തിയറിയും കൂടെ അതിന്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള
കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയാലേ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരുന്നു എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത 2 സെറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു സെഷൻ കഴിയും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.